ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നാണ് പറയുന്നത്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. നമ്മുടെ ധർമ്മങ്ങൾ വേണ്ട വിധം കൃത്യതയോടുകൂടെ പാലിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള ശരീരം തന്നെ വേണം. ആരോഗ്യമുള്ള ഒരു ശരീരം ഇരുന്നാൽ മാത്രമേ അതിൽ ആരോഗ്യമുള്ള ഒരു മനസ്സിരിക്കുള്ളൂ. ആ മനസ്സിലൂടെ മാത്രമേ നമുക്ക് എന്താണ് ബാക്കിയുള്ള ആ സ്ഥിതിവിശേഷങ്ങളെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സ് തന്നെയാണ് എന്ത് പറയുന്നത്, നമുക്ക് നല്ലത് വേണോ ചീത്ത വേണോ, പോസിറ്റീവായിട്ട് ചിന്തിക്കണോ നെഗറ്റീവായിട്ട് ചിന്തിക്കണോ, അതിനൊക്കെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. അപ്പൊ ആ മനസ്സിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മനസ്സ്, ആരോഗ്യകരമായിട്ടുള്ള ഒരു മനസ്സ് എവിടെ ഇരിക്കണം? ആരോഗ്യകരമായ ശരീരത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ആരോഗ്യകരമായ ശരീരം സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ആസനാസ് ഒക്കെ ചെയ്യുന്നതും പ്രാണായാമം ചെയ്യുന്നത്. അപ്പൊ ആസനാസ് ചെയ്യുന്നത് ഓക്കെ എന്ന് പറയുമായിരിക്കും. കാരണം വെച്ചാൽ ശരീരത്തിന്റെ വഴക്കവും തഴക്കവും നമ്മുടെ ശരീരത്തിന്റെ ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ നമ്മുടെ വ്യവസ്ഥകൾ, അതായത് സിസ്റ്റംസ് ഉണ്ട്, ബോഡി സിസ്റ്റംസ് ഉണ്ട്. അതിനെയൊക്കെ നമുക്ക് ഹെൽത്തി ആക്കി വെക്കണമെങ്കിൽ ആസനാസ് കൊണ്ട് നമുക്ക് പറ്റും, പ്രാണായാമം കൊണ്ട് പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ശ്വസന വ്യവസ്ഥയെയോ അല്ലെങ്കിൽ രക്തചംക്രമണ വ്യവസ്ഥയെയോ ഒക്കെ ആക്ടിവേറ്റ് ആക്കാനും നമ്മുടെ പ്രാണായാമം വളരെ ഉചിതമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നതിനെ എങ്ങനെയാക്കി വെക്കാൻ, ആരോഗ്യകരമാക്കി വെക്കാൻ നമ്മൾ ഒരുപാട് ചിട്ടയായ ഒരു ക്രമത്തിലൂടെ പോകേണ്ടതാണ്. ഇപ്പൊ ആസന ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓടി വന്ന് നമുക്ക് ഒരു ആസന ചെയ്യാൻ പറ്റില്ല. അതിന് മുന്നോടിയായിട്ട് എന്തിനാണ് നമ്മുടെ ശരീരശുദ്ധി, മനഃശുദ്ധി, ബാഹ്യമായിട്ടുള്ള ശുദ്ധി, ആന്തരശുദ്ധി, ഇതൊക്കെ നമ്മൾ വരുത്തിയതിനു ശേഷമേ നമ്മൾ എങ്ങോട്ട് പോകുള്ളൂ, പതുക്കെ പതുക്കെ ആസനാസിലേക്കൊക്കെ കടക്കുകയുള്ളൂ. ഈ ആസന ചെയ്ത് മെയ് വഴക്കം വന്നു കഴിഞ്ഞാൽ മാത്രമേ തൊട്ടപ്പുറത്തെ ഇതിലേക്ക് പോകുള്ളൂ, പ്രാണായാമയിലേക്ക് പോകുള്ളൂ. എന്തുകൊണ്ട് പ്രാണായാമയിലേക്ക് ആസന കഴിഞ്ഞിട്ട് പോകും? പലരും ഇപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഓടി വന്ന് കുറച്ചു നേരം പ്രാണയുടെ ഒരു ഫ്ലോയിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, ശ്വാസനഗതിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, ശ്വാസത്തെയൊക്കെ ഒന്ന് ക്രമീകരിച്ച് ഒക്കെയാണ് യോഗ സെഷനിലേക്ക് കിടക്കുന്നത്. അത് പ്രാണായാമ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കിടക്കുന്നത് എന്തുകൊണ്ടാണെങ്കിൽ, ഓടി വന്ന് നമുക്ക് യോഗ ആസന ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിന് മനസ്സിനൊരു കൺട്രോൾ വരുത്തണമെങ്കിൽ, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ ശ്വാസത്തെ ഒന്ന് നിരീക്ഷിച്ച് ഒന്ന് ശാന്തതയിൽ വരുത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് നമ്മളെ അറിയാനും നമ്മുടെ ഉള്ളിലുള്ള ശക്തിവിശേഷങ്ങളെ കൊണ്ടുവരാനുമാണല്ലോ. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിശേഷങ്ങൾ നമ്മൾ തന്നെ കൾട്ടിവേറ്റ് എടുക്കേണ്ടതാണ്. അതിനെ കൊണ്ടുവരുന്നതിന് നമ്മൾ ഒന്ന് ശാന്ത മനസ്സോടുകൂടി വന്നിരുന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, യോഗ സെഷനിലേക്ക് കിടക്കുന്നത്. അതിനൊരു പ്രാർത്ഥനയാവാം. പ്രാർത്ഥന ചിലവർക്ക് പ്രാർത്ഥന യൂണിവേഴ്സൽ പ്രാർത്ഥനയാവാം, മതപരമായ പ്രാർത്ഥനയാവാം, ഭഗവാനെ പ്രാർത്ഥിക്കാം, എന്തുമായാലും വരത്തില്ല. അത് ഒരു വ്യക്തിയുടെ സ്വന്തം ഇഷ്ടമാണ്. കണ്ണടച്ചിരുന്ന് ശ്വസന നിരീക്ഷണം നടത്തി ഒരു ഓങ്കാരവോ അല്ലെങ്കിൽ ഒരു സർവേഷ സ്വസ്തിർഭാവോ ഒരു സഹനാവസ്ഥ, യൂണിവേഴ്സൽ എന്ത് പ്രയർ, മറ്റുള്ളവരെയും നമ്മെയും ഒരുപോലെ പോഷിപ്പിക്കുന്ന, മനസ്സിനെ പോഷിപ്പിക്കുന്ന ഒരു പ്രയറോടുകൂടി നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അത് പ്രാണായാമം എന്ന് പറയാൻ പറ്റില്ല. ആസനാസനത്തൊക്കെ വന്നതിന് ശേഷം, ആസന സ്ഥിരത വന്നതിന് ശേഷം ശരീരത്തിന്റെ 1 and each സെല്ലിലേക്ക് നാഡീഞരമ്പുകളൊക്കെ ഉത്തേജിപ്പിക്കപ്പെട്ടതിന് ശേഷം പ്രാണായാമം ചെയ്യുമ്പോൾ ഓരോ സെല്ലിലേക്കും, തല മുതൽ കാലിന്റെ അറ്റം വരെ ഓരോ സെല്ലിലേക്കുമുള്ള പ്രവാഹം ഇടതടവില്ലാതെ, കെട്ടില്ലാതെ വളരെ ഊർജ്ജസ്വലമായി നമ്മുടെ പ്രാണോർജ്ജത്തെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനായിട്ട് പ്രാണായാമം കൂടെ നമുക്ക് പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ശരീരം എന്ന് പറയുന്നത് ഭാരതീയ ദർശനത്തിൽ പറയുന്നത്, തൈത്തിരീയോപനിഷത്തിൽ പറയുന്നത് 5 ഷീറ്റ്സ് ആണെന്നാണ്. ബോഡിക്ക് 5 ഷീറ്റ്സ് ആണെന്നാണ് പറയുന്നത്. 5 തലങ്ങൾ, അതായത് അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, അങ്ങനെ 5 ഭാഗങ്ങളായിട്ടാണ് അങ്ങനെ ഈ തൈത്തിരീയോപനിഷത്ത് പ്രകാരം നമ്മുടെ ബോഡിനെ തിരിച്ചിരിക്കുന്നത്.